നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിമാനത്തിൻ്റെ ഒരു നിമിഷമായിരുന്നല്ലേ ഇന്നലെ നമുക്ക്. ഓസ്കാർ വേദിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ വല്യേട്ടൻ മൂത്തോൻ കൊടുമൺ പോറ്റി എന്ന ആ ഒരു ചാത്തൻ്റെ റോള് മമ്മൂക്ക ചെയ്ത് അത് ലോക നെറുകയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന ആ ഓരോ കയ്യടിയും നമ്മുടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന മമ്മൂക്ക എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്കായും അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതുമൊക്കെ ജീവിച്ച് കാണിച്ചിട്ടുള്ള ആ ഒരു സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ പേര് അങ്ങ് ഹോളിവുഡിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ ആ ഒരു കയ്യടി നമുക്കൊക്കെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷം തന്നെയായിരുന്നു. മലയാളത്തിൽ കഴിഞ്ഞ 50 വർഷമായി മലയാള സിനിമയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മമ്മൂക്ക എന്ന് പറയുന്ന നടന് 100 കോടി ക്ലബിൽ കയറണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ലെന്നേ. ഇതുപോലെ ലോക സിനിമയുടെ ഭാഗമായി അവിടെ നിന്ന് മമ്മൂക്കായുടെ പേരെടുത്ത് പറഞ്ഞ് ആ ഒരു കയ്യടി കേൾക്കുമ്പോൾ 1000 കോടി ലഭിക്കുന്ന ആ ഒരു സന്തോഷമാണ് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നത് അല്ലേ. എന്തായാലും ആ ഒരു സന്തോഷം നമുക്ക് ഇന്നലെ വാരിക്കോരി തന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നുള്ളതാണ്. ആ ഒരു സിനിമയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ അവതാരിക മമ്മൂക്കയുടെ പേര് പറയുമ്പോൾ അവർ വരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു സിനിമയെ കൊണ്ട് എത്തിച്ചത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസമർപ്പണമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ നടൻ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ചാത്തൻ്റെ റോള് അവസ്മരണീയമായി അത് സ്ക്രീനിൽ അവതരിപ്പിച്ചത്, നമ്മളെയൊക്കെ ഞെട്ടിച്ചത് അല്ലേ. നമുക്കെന്തായാലും ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു നിമിഷം, ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. Ramayugam comes from the Malayalam film industry, referred to as Mollywood, based in Kerala, India. The film takes place in 17th century India along the Malabar coast, where folk singer Thevan, played by Arjun Ashokan, narrowly escaped slavery from Portuguese soldiers, only to be driven by Yakshi into the ramshackle mansion of the menacing Lord Koduman Poti, played by Mollywood legend Mammootty. Unsettled by the manor, Thevan soon discovers that Koduman is a descendant of a powerful sorcerer who was gifted by the goddess Varahi, a Chapan, goblin, who the Lord controls. Filmmaker Rahul Sadasivan drew inspiration from Kerala folkloric figures like the Yakshi, feminine forest spirits. ഇതിൽ കൂടുതൽ ഇനി എന്താണ് നമ്മൾ മലയാളികൾക്ക് വേണ്ട അല്ലേ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടന്റെ പേര് ആ ഒരു സദസ്സിൽ അർജുൻ അശോകന്റെ, രാഹുൽ സദാശിവന്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. നമുക്ക് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ നടന്മാരുടെ പേര് ഓസ്കാർ വേദിയിൽ എടുത്തു പറയുമ്പോൾ. പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടന്റെ പേര് പറയുമ്പോൾ ആ ഒരു കയ്യടി, ആ ഒരു ആരവം അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം ഈ ഒരു മനുഷ്യൻ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറം നമുക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു സിനിമ. അതും നിങ്ങൾ കുറിച്ച് വെച്ചോളൂ, അതും സിനിമയുടെ ഒരു പൊന്തൂവൽ തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അഭിനയത്തിൻ്റെ മറ്റൊരു മുഖവും കൂടെ നമുക്ക് മമ്മൂക്ക പദയാത്ര എന്ന സിനിമയിലൂടെ നമുക്ക് കാണിച്ചു. അപ്പം കൊടുമൺ പോറ്റി അങ്ങ് കടലും കടന്ന് അങ്ങ് ഹോളിവുഡിലും കയ്യടി നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ വേറെ ലെവലാണ് കേട്ടോ. ഇവിടെ കിടന്ന് 50 കോടി 100 കോടി ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു മെഴുകുന്ന കുറേ ആളുകൾ ഇതൊക്കെ ഒന്ന് കാണണം. കാരണം നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്ന ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അഭിമാന നേട്ടമാണ് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരൊറ്റ ക്യാരക്ടറിലൂടെ നമുക്ക് മമ്മൂക്ക നേടിത്തന്നിരിക്കുന്നത്. അത് തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു അംഗീകാരം അല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഓസ്കാർ മ്യൂസിയത്തിൽ ഇനി മമ്മൂക്കയുടെ സിനിമ പ്രദർശിപ്പിക്കും. സിനിമയെക്കുറിച്ചിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമയെക്കുറിച്ചിട്ട് പഠിപ്പിക്കും. ഒരു ഇന്ത്യൻ സിനിമ എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്നാണ് അറിയുന്നത്. ഇതുപോലുള്ള വേദികളിൽ ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിൽ ഇങ്ങനെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതെന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സിനിമ വന്നതായിട്ടുള്ള അറിവൊന്നുമില്ല. പല ആൾക്കാരും ചില സിനിമകളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്നല്ലാതെ ഈ പറയപ്പെടുന്ന സ്ഥലത്തൊന്നും ആ സിനിമകളൊന്നും എത്തിയിട്ടില്ല അതുകൂടെ മനസ്സിലാക്കുക. എന്തായാലും പറയുന്നവർ പറയട്ടെ. നമ്മുടെ മലയാളത്തിൻ്റെ വല്യേട്ടൻ, മലയാളത്തിൻ്റെ മൂത്തോൻ നമുക്ക് അഭിമാനം തന്നെയാണ്. ഓരോ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും സന്തോഷത്തിൻ്റെ ഒരു വക തന്നെയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ ഇനിയും വിസ്മയിപ്പിക്കാൻ നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക ഇനിയും നമ്മുടെ കൂടെ ഒപ്പം
ആയുസ്സും ആരോഗ്യത്തോടുകൂടി ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.